എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു നേവി കപ്പലായിരിക്കും കാണിക്കുക. ആ കപ്പലിനുള്ളിൽ CP0 നേവി ക്യാപ്റ്റൻസ് അവരാണെങ്കിൽ കാര്യമായിട്ട് ആ വേഗ് ഓഫ് പങ്കിനെ കുറിച്ചായിരിക്കും ഡിസ്കസ് ചെയ്യുക. കാരണം ആളൊരു നല്ല ജീനിയസ് സയന്റിസ്റ്റ് ആണ്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇതിനോടകം ആള് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ എക്സ്പെരിമെന്റുകൾ, വലിയ വലിയ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ആള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, വേഗ് ഓഫ് പങ്കിനെയും അവന്റെ കണ്ടുപിടുത്തങ്ങളെയും അവന്റെ അസിസ്റ്റൻസിനെയും എല്ലാവരെയും ഇല്ലാതാക്കുക എന്നതാണ്. വേഗ് ഓഫ് പങ്കിന് ഒരുപാട് മിഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല. 6 അസിസ്റ്റൻസിനെ അവൻ ക്രിയേറ്റ് ചെയ്തതും അവരെ കൊണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യിക്കുന്നതും. പക്ഷേ ഇനിയും വേഗ് ഓഫ് പങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ അത് നേവിക്ക് പ്രതികൂലമായി ബാധിക്കുന്നു മനസ്സിലാക്കിയ നേവി ആണെങ്കിൽ കൂമയെ റിട്ടേൺ ചെയ്ത് അവരെ നശിപ്പിക്കാനായിട്ട് തയ്യാറായി. വേഗ് ഓഫ് പങ്കിന്റെ ലാബുള്ള ആ ഒരു അയലാൻഡ് നശിപ്പിക്കുക എന്ന ഉദ്ദേശവുമായി അവിടേക്ക് പോവാണ്. ആക്ച്വലി അവിടെ വാല്യുബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഇവർക്ക് നശിപ്പിക്കാനായിട്ട് മനസ്സ് വരുന്നില്ല എങ്കിലും മുകളിൽ നിന്ന് കിട്ടിയ ഓർഡർ അതൊരിക്കൽ നിരസിക്കാനായിട്ട് കഴിയില്ല. സോ മനസ്സില്ലാ മനസ്സോടുകൂടെ അവരത് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ നേവി സോൾജിയറിൽ ഒരാളാണെങ്കിൽ ഇപ്പൊ ലുലൂസിയെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കും. അതിന് മറ്റൊരാൾ പറയും, നമ്മളിപ്പോ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പാടില്ല, നമ്മുടെ മിഷൻ എന്തോ അത് മാത്രമേ നമ്മൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. വേഗ് ഓഫ് പങ്ക് അവൻ നിസ്സാരക്കാരനല്ല എന്ന് പറയും. അപ്പോ കൂമ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. ആക്ച്വലി ഇത് ആ റിയൽ കൂമയല്ല, കൂമയുടെ ഒരു ജൂനിയർ കൂമയാണ്. ലില്ലി ഐലാൻഡിൽ വന്ന് ബ്ലാക്ക് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്ത ആ കുട്ടി പയ്യന്റെ ടീമിൽ പെടുന്ന ഒരു കുട്ടി കൂമ ഇവിടെ ജിംബയെ കാണിക്കും. അവനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവൻ ആ പെൺകുട്ടിയോട് ചോദിക്കും, സത്യത്തിൽ വേഗ് ഓഫ് പങ്കിന് മക്കളുണ്ടോ? നീ അവന്റെ മകൾ തന്നെയാണോ? അതിനാണെങ്കിൽ അവള് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയില്ല. ഇവിടെ ലൂഫിയാൻ ടീമാണെങ്കിൽ നിർത്താതെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സാഞ്ചി അവനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ മിഷൻ പോലും ബാക്കി വെക്കില്ല എന്ന് പറഞ്ഞ് അവർ നിർത്താതെ കഴിക്കും. ആക്ച്വലി സാഞ്ചിയാണ് നമ്മുടെ ടീമിലെ നല്ലൊരു ഷെഫ്. സോ അവനെ കൊണ്ട് ഒരിക്കലും ഈ ഒരു മിഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഈ മിഷൻ അവൻ തല്ലി പൊട്ടിച്ച് കളയും. ഇവിടെ ആ പെൺകുട്ടിയാണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ ആർത്തി കണ്ട് അവരെ സമാധാനിപ്പിക്കും. നിങ്ങൾ സമാധാനത്തിൽ ഫുഡ് കഴിച്ചാൽ മതി, ഇതാരും ഇവിടെ നിന്ന് എടുത്തോണ്ട് പോവില്ല. ഇത്രയും ആർത്തിയുള്ള ആളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴായിരിക്കും ഒരു റോബോട്ടിക് പട്ടിക്കുട്ടി അവിടേക്ക് വരിക. അതിന്റെ പ്രധാന ചുമതലകൾ വേസ്റ്റ് ആയിട്ടുള്ള പ്ലേറ്റ്, പേപ്പറുകൾ അതൊക്കെ കഴിച്ച് അത് അതിന്റെ ബോഡിയിലൂടെ റീകൺസ്ട്രക്ട് ചെയ്ത് അത് മറ്റൊരു വസ്തുവാക്കി മാറ്റും. അതങ്ങനെ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ആൾക്കാർ കഴിച്ച പ്ലേറ്റും സാധനങ്ങളും എല്ലാം ഭക്ഷിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് വേറെ വേറെ സാധനങ്ങളാക്കി മാറ്റും. ലൂഫി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് ഈ കപ്പ് ഇതും വേസ്റ്റ് ആണ്, നീ ക്യാച്ച് എടുത്തോന്ന് പറഞ്ഞ് അതിന്റെ നേർക്ക് ഇട്ടുകൊടുക്കും. കൺട്രോൾ പോയ ഡോഗ് ആണെങ്കിൽ ആടി വന്ന് ലൂഫിയുടെ കൈ കടിച്ചു പറിക്കുകയാണ്. നിങ്ങളാണല്ലേ ഇത്രയും വേസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്, എനിക്ക് വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിടുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരെ ഒത്തിരിയായിട്ട് അതേം വെക്കും. അതിനുശേഷം എല്ലാവരെയും അത് കടിക്കാനായിട്ട് ഓടിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഓൾറെഡി ഒരുപാട് ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ കൊണ്ട് സ്പീഡിൽ ഓടാനായിട്ട് കഴിയില്ല. ആ പട്ടിക്കുട്ടിയാണെങ്കിൽ ലൂഫിയുടെ നിതമ്പമൊക്കെ അങ്ങനെ കടിച്ചു പറിച്ചെടുക്കും. അതേസമയം ആ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഇപ്പൊ അവളുടെ ഡ്രാഗനെ നോക്കും. അതിപ്പോ തീ തുപ്പുകയാണ്. അവൾ നമ്മുടെ ആൾക്കാരോട് വിളിച്ചു പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ചില ജോലികൾ ബാക്കിയുണ്ട്, നിങ്ങൾ ഈ ഒരു ഐലാൻഡ് അത് മുഴുവൻ എൻജോയ് ചെയ്ത് കാണാൻ പറഞ്ഞ് അവളാണെങ്കിൽ ആ ഡ്രാഗന്റെ അടുത്തേക്ക് പോയി അതിനെ ആഞ്ഞെട്ടിക്കുകയാണ്. അതേസമയം നമ്മുടെ ആൾക്കാർ ചുറ്റും നോക്കും. കുറച്ച് ആൾക്കാർ പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവർ ശ്രദ്ധിക്കും. ഇത്രയും നേരമായിട്ട് ഐലാൻഡിലേക്ക് വന്നിട്ട് അവരിപ്പോഴാണ് കുറച്ച് ആൾക്കാരെ കാണുന്നത്. ഒരുപക്ഷെ ആ ഒരു പെൺകുട്ടിയെ പോലെ ഇവരും ഇവിടുത്തെ റിസർച്ചേഴ്സ് ആയിരിക്കും എന്ന് പറഞ്ഞ് അവരവിടെ തന്നെ നോക്കി നിൽക്കും. ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെയുള്ള ഓരോരോ സാധനങ്ങളായിട്ട് കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ ആകാംക്ഷ അതൊരല്പം കൂടുതലാണ്. സോ അവനാണെങ്കിൽ കൈ കിട്ടിയ സ്വിച്ചുകളെല്ലാം പിടിച്ചമർത്താനായിട്ട് തുടങ്ങും. ലൂഫിയുടെ നിലവിളി കേട്ട് നമ്മുടെ ആൾക്കാർ അവിടേക്ക് ഓടിയെത്തും. ലൂഫി ആണെങ്കിൽ ഒരു അടിപൊളി ജാക്കറ്റൊക്കെ ഇട്ട് ഹായ് ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അത് അവന്റെ ബോഡി ടെമ്പറേച്ചർ അനുസരിച്ച് നല്ല കൂള് കൊടുക്കും. ലൂഫിക്കും നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് കുറച്ച് ഇഷ്ടാവും. ഉടനെ അവരും അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ചൂസ് ചെയ്യാൻ അകത്തേക്ക് കടന്നു പോവാണ്. ലൂഫി ആണെങ്കിൽ അകത്തേക്ക് വന്ന് വീണ്ടും ആ മിഷനിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കും. ഇവിടെ ആ ജ്വല്ലറി പെണ്ണ് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരോടും പറയും, എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആയിരിക്കും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടില്ല. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. എനിക്കിപ്പോൾ ചെറിയ ചില വർക്കുകളുണ്ട്, ആ വേഗ് ഓഫ് പങ്കിനെ കണ്ടെത്തണം. അതിന് മുൻപായിട്ട് തകർക്കാനുള്ള കുറച്ച് വെപ്പൻസ് അതെനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് കടന്നു പോകും. ലൂഫി ആണെങ്കിൽ ഉടനെ ഇപ്പൊ ആ ജ്വല്ലറി പെണ്ണിനെ തടയുകയാണ്. കാരണം ദൂരത്തായിട്ട് അവൻ ആ കൂമയെ കണ്ടു. അത് റിയൽ കൂമയല്ല, ഒരു റോബോട്ടിക് കൂമയാണ്. കൂമയാണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും സ്കാൻ ചെയ്യാനായിട്ട് തുടങ്ങും. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത റോബോട്ടിക് കൂമയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ തന്നെ ഒന്നൊന്നായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ലൂഫിക്ക് നേരെ നടന്നടുക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരും. കാരണം ലാസ്റ്റ് ടൈം സബോർഡിനേറ്റ് ആർക്കി പലകത്തിൽ വെച്ച് അവൻ
ലൂഫിയെയും അവന്റെ ടീംമേറ്റ്സിനെയും ഓരോ ഭാഗത്തേക്ക് അടിച്ച് തെറിപ്പിച്ചിരുന്നു. അന്ന് അവന് നല്ല പവറായിരുന്നു. അന്ന് ലൂഫിക്കാണെങ്കിൽ പവർ കുറവും. പക്ഷെ ഇപ്പൊ നമ്മുടെ ചെക്കന് പവറുണ്ട് എങ്കിലും അവന്റെ ഉള്ളിലെ ഭയം അത് കാരണം അവൻ അങ്ങനെ പുറകിലേക്ക് പോവാണ്. ലൂഫി ആണെങ്കിൽ കോമി അങ്ങനെ അടുത്ത് വരെ അവന്റെ ഹോക്കി പവർ എടുത്ത് തിരികെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. ലൂഫിയെ കൊണ്ട് ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അവന്റെ ഫ്യൂച്ചർ ചെക്ക് ചെയ്യും. കോമ അവൻ ലൂഫിയെ തന്നെയാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ലൂഫി ആണെങ്കിൽ ഇപ്പൊ ജ്വൽ പെണ്ണിന്റെ കൈ പിടിച്ച് വലിച്ച് ഓടിക്കോ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ച് അങ്ങനെ ഓടുകയാണ്. ജ്വൽ പെണ്ണാണെങ്കിൽ എന്തു പറ്റി, എന്താ ഉണ്ടായേ? അതിന് ലൂഫി പറയും, ഇപ്പൊ എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല, അവന്റെ ഷോ നമ്മളാണ്, അവന്റെ കയ്യിൽ പെട്ടുപോയ വലിയ അപകടമാണെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ടീംമേറ്റ്സുമായിട്ട് നിർത്താതെ ഓടിക്കൊണ്ടേയിരിക്കും. കൂമയാണെങ്കിൽ വിട്ടുകൊടുക്കില്ല, അവരുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും. കൂമയാണെങ്കിൽ വീണ്ടും അവനെ ചെക്ക് ചെയ്യുകയാണ്. അതിനുശേഷം ലൂഫി ഒരു പൈററ്റ് ആണെന്നോ എംപറർ ആണെന്നോ ഇൻക്ലൂഡർ ആണെന്നോ അങ്ങനെ ഒന്നും തന്നെ പറയാതെ അവൻ വിളിച്ചു പറയും, നിങ്ങൾക്ക് അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഡ്രസ്സ് അത് അടിച്ചു മാറ്റും, നിങ്ങൾ കള്ളന്മാരാണ്, കാരണവശാലും ഞങ്ങളുടെ ഡ്രസ്സും അടിച്ചുകൊണ്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ബീമൊക്കെ വെച്ച് ഇപ്പൊ ലൂഫിയാൻ ടീമിനെ അറ്റാക്ക് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ എല്ലാവരെയും പിടിച്ചു വലിച്ച് ായിട്ട് മുൻപോട്ടേക്ക് ചാടി ഓടും. അല്പസമയം മുൻപോട്ടേക്ക് ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ജ്വല്ലറി പെണ്ണ് അവളാണെങ്കിൽ തിരിഞ്ഞു നോക്കി കൂമയെ കണ്ട് അല്ലാതെ ടെൻസ്ഡായി വിയർത്തൊലിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ലൂഫിക്ക് മനസ്സിലാവും ഇനിയും വെറുതെ ഓടിയിട്ട് യാതൊരു കാര്യമില്ല, എങ്ങനെയെങ്കിലും ഡിഫെൻഡ് ചെയ്യുക, അതല്ല എങ്കിൽ അവനെ അടിച്ച് തോൽപ്പിക്കുക. ഞാൻ തിരിഞ്ഞോടില്ല എന്ന് പറഞ്ഞ് തേർഡ് ഗിയറിലേക്ക് പോയി ആടിക്കറങ്ങി വന്ന് കൂമയെ ആഞ്ഞെട്ടിക്കാൻ ശ്രമിക്കും. അപ്പൊ വീഴാണ് ഒരു പഞ്ച് ലൂഫിയുടെ മുഖത്ത്. പഞ്ച് ചെയ്ത് മറ്റാരുമല്ല ആ ജ്വല്ലറി പെണ്ണ്. അവളുടെ പഞ്ച് കിട്ടിയ ലൂഫി അങ്ങനെ അടിച്ച് താഴെ വീഴും. യു ആർ അൺബിലീവബിൾ, നീ എന്തിനാ വെറുതെ എന്നെ പഞ്ച് ചെയ്തേ? ആ കൂമ അവനാണ് നമ്മുടെ ശത്രു. ജ്വല്ലറി പെണ്ണാണെങ്കിൽ ഇപ്പോ കൂമയെ നോക്കി പൊട്ടിക്കരയാണ്. ലൂഫി, ഇതാണ് എൻ്റെ പപ്പ കൂമ, അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ഫ്ലാഷ് ബാക്കിൽ നോർമൽ കൂമ അവൾ അങ്ങനെ താങ്ങിയെടുത്ത് കൊഞ്ചിക്കുകയാണ്. ആക്ച്വലി ഇങ്ങനെ ഇരുന്ന കൂമയാണ് അവരെല്ലാവരും ചേർന്ന് ഡൈവേർട്ട് ചെയ്ത് ഇപ്പോ മറ്റൊരു തരത്തിലാക്കി മാറ്റിയത്. ലൂഫിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓ നോ ജ്വല്ലറി ബോണി, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്ക്, ഇത് നിന്റെ പപ്പയല്ല, അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള ഒരു റോബോട്ട് മാത്രമാണ്, തീർച്ചയായിട്ടും അത് നമ്മൾ അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവളാണെങ്കിൽ അതൊന്നും സമ്മതിക്കാതെ ആളുടെ മുഖത്തേക്ക് നോക്കി, പപ്പ തന്നെയാണ് ഇദ്ദേഹത്തെ തകർക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറയും. അതേസമയം ആ റോബോട്ട് കൂമ അവനാണെങ്കിൽ ഇപ്പോ ജ്വല്ലറി പെണ്ണിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അത് ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന് മനസ്സിലാക്കിയ ലൂഫി അവൻ അങ്ങനെ എടുത്തു ചാടി കൂമയെ ആഞ്ഞെട്ടിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം വലിയൊരു പൊട്ടിത്തെറി അവിടെ സംഭവിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ന്യൂ വേൾഡില് ലോഡ കപ്പൽ കാണിക്കുകയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കരടിക്കൂട്ടനാണെങ്കിൽ സിമ്പിളായി സണ്ണിന്റെയും സ്കൈയുടെയും ഒക്കെ സൗന്ദര്യം ആസ്വദിച്ച് അങ്ങനെ ഹായ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അവന്റെ ടീംമേറ്റ്സ്, ഓ നോ, നീ ഇപ്പോഴും വെറുതെ ഇവിടെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണോ? ഞങ്ങൾ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ എല്ലുമുறை പണിയെടുക്കുകയാണ്, നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തേ പറ്റൂ. അതിന് കരടിക്കൂട്ടനാണെങ്കിൽ പതിയെ തലയുയർത്തി വളരെ സിമ്പിളായിട്ട് അവരോട് പറയും, ഞാൻ എൻ്റെ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്തതാണ്, ഇതെന്റെ റെസ്റ്റ് ടൈമാണ്, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, എനിക്കിപ്പോ ഒരല്പ സൺബാത്ത് ആവശ്യമാണെന്ന് പറയും. അത് കേട്ട് ഒരുത്തനാണെങ്കിൽ അവന്റെ രോമം ഇപ്പോൾ ഒരു ബക്കറ്റിൽ അവർ കാണിച്ചു കൊടുക്കും. നീ ഇത് കാണുന്നില്ലേ, നീ ഇവിടെ മുഴുവൻ ഉരുണ്ട് ഇതിന്റെ രോമം അത് മുഴുവൻ സ്പ്രെഡ് ആയിരിക്കുകയാണ്, ഫുൾ ടൈം ഇത് ക്ലീൻ ചെയ്യുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ജോലി എന്ന് പറയും. പക്ഷെ അപ്പോഴും കരടിക്കൂട്ടനാണെങ്കിൽ യാതൊരു വികാരവും ഇല്ല, അതെ എൻ്റെ മുടി തന്നെയാണ്, എല്ലാവർക്കും മുടി കൊഴിയുക തന്നെ ചെയ്യും, പക്ഷെ എനിക്കൊരല്പം കൂടുതലായി പോയത് എൻ്റെ തെറ്റല്ല, സോ ഇതിൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അങ്ങനെ റെസ്റ്റ് ചെയ്യും. അപ്പൊ ദൂരത്തായിട്ട് ക്ലൗഡ്സ് ഒക്കെ ഉരുണ്ട് കൂടുന്നതായിട്ട് ലോ കാണും. അവന് പിടികിട്ടും വലിയൊരു അപകടം അവർക്ക് നേരെ വരുന്നുണ്ടെന്ന്. ആ അപകടം മറ്റാരുമല്ല, സാക്ഷാൽ ബ്ലാക്ക് ബിയർഡും അവന്റെ ടീംമേറ്റ്സും കപ്പലുമാണ്. അപ്പോഴാണെങ്കിൽ ആ വലിയ അപകടത്തെക്കുറിച്ച് അവന്റെ ടീംമേറ്റ്സിനോട് പറയും. അത് കേട്ട് അവർ ഞെട്ടും, കാരണം ബ്ലാക്ക് ബിയർഡിന്റെ പവർ അവർക്ക് നന്നായിട്ട് അറിയാം. അവരിപ്പോ പതിയെ കപ്പൽ ഡൈവേർട്ട് ചെയ്ത് ബ്ലാക്ക് ബിയർഡിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അതിന് ബ്ലാക്ക് ബിയർഡ് ടെററായിട്ട്, നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല, എന്നെയും എൻ്റെ ടീംമേറ്റ്സിനെയും പറ്റിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയില്ല, നിന്റെ പവറും ഞാൻ തന്നെ എടുക്കുമെന്ന് പറഞ്ഞ് ആ കപ്പലിനെ ഫോളോ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.